Hello, good afternoon. Good afternoon, ma'am. Okay, good afternoon once again. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെ. അതിന്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് പ്രോസസ്സിംഗ് ക്ലെയിം അല്ലെ, എങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഒക്കെ പറഞ്ഞു. ഓരോ സ്റ്റേജും അത് വളരെ എന്താ പറയാ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയിലാണ്, ആ ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ കുറെ പോയിന്റുകളായിട്ട് നമുക്ക് തന്നത്. വായിച്ചു നോക്കിയിരുന്നോ എല്ലാവരും? എല്ലാ പോയിന്റും ക്ലിയർ ആയോ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഇനി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ ഈ ഒരു പോയിന്റുകൾ? അതായത് ഓൺ ദ ഒക്കറിംഗ് ഓഫ് എനി അൺഫോർച്ചുനേറ്റ് ഇവന്റ് നമുക്ക് നമ്മൾ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര നല്ല രസമുള്ള കാര്യമല്ലല്ലോ എന്തെങ്കിലും രോഗം വരിക, ആക്സിഡന്റ് വരിക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ് ദുർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം ദ ഇൻഷുററിനെ നമ്മളത് അറിയിക്കണം, ഇൻഷുറൻസ് പ്രൊവൈഡറെ അറിയിക്കണം. ആ അറിയിക്കുന്ന പ്രോസസ് അതിനെയാണ് നമ്മൾ റേസിംഗ് എ ക്ലെയിം എന്ന് വിളിക്കുക. ഒരു ക്ലെയിം റേസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാം. അത് വെറുതെ ഇങ്ങനെ ഫോണിലൂടെയോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചെന്ന് ഓറലി നമ്മൾ ചെയ്യുന്ന ക്ലെയിം അല്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എന്താ പറയാ ഫോം ഫിൽ ചെയ്ത് ഫയൽ ചെയ്യും അല്ലെ. ഫോം ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ക്ലെയിമിന് വേണ്ടി നമ്മുടെ ക്ലെയിമിങ് ഫയൽ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് വി ക്യാൻ ഐദർ ഗോ ടു ദ ബ്രാഞ്ച് ഓഫീസ് ഇൻ പേഴ്സണൽ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ച് ഓഫീസ്, ഇൻഷുറൻസ് കമ്പനിയുടെ നമ്മുടെ അടുത്തുള്ള ബ്രാഞ്ച് ഓഫീസ് എവിടെയാണോ അവിടെ പോകാം. അവിടുന്ന് അതിന്റെ ക്ലെയിമിന്റെ ഫോം വാങ്ങിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് എന്ത് ചെയ്യാൻ കൊടുക്കാം. അത് അതർവൈസ് പിന്നെ എങ്ങനെയാ പിന്നെ പറ്റുന്നത്, ഇതിന്റെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട്, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ദർ വിൽ ബി എ ഫോം ഫോർ ക്ലെയിമിനുള്ള ഫോം ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അത് നമ്മൾ എടുത്ത് അതിനകത്ത് നമുക്ക് ആവശ്യം ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. അതാണ് ക്ലെയിം ഫയൽ ചെയ്യുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ഓറലി വിളിച്ചിട്ട് അവരിങ്ങനെ അറിയിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആക്സിഡന്റ് വന്നു അല്ലെങ്കിൽ രോഗം വന്നു എന്ന് പറഞ്ഞ് ഓറലി വിളിച്ച് അറിയിക്കലല്ല. എല്ലാത്തിനും ഒരു തെളിവ് വേണം അല്ലെ. അപ്പൊ റിട്ടേൺ ആയിട്ടുള്ള, അതായത് എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റുകൾക്കും ഫയലുകൾക്കും ഒക്കെ എന്തുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം അതേ നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നല്ലോ. ഇനി അത് ക്ലെയിം കൊടുക്കുന്ന കാര്യത്തിൽ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ വൈകി കഴിയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ അത് അപ്പൊ തന്നെ അറിയിച്ചതാണല്ലോ ഇത്ര ദിവസമായിട്ട്. പക്ഷെ അത് ഓറലി പറഞ്ഞ കാര്യമാണെങ്കിൽ അതിനൊക്കെ ഡിലേ വരും. അതുകൊണ്ടാണ് ആ പ്രൊസീജിയർ ഒക്കെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയാം. ഇനി ഓൾസോ ഡോക്യുമെന്റ്സ് വിച്ച് ഈസ് ഓതന്റിക്കേറ്റിംഗ് ദ ഇവന്റ്. ആ ഒരു ഇവന്റിനെ നമ്മളൊരു ക്ലെയിം വെക്കുമ്പോൾ ആ ക്ലെയിമിന്റെ ആ ഒരു കൃത്യത അല്ലെങ്കിൽ അതിന്റെ ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകളാണോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡോക്യുമെന്റുകളും അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ആ ക്ലെയിം ഫയൽ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡർ ആരാണ്, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്ലെയിമിന്റെ ഫയലും അതായത് ഫോമും അതെടുത്ത് വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. കൂടാതെ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റുകൾ വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ആർ സ്റ്റേറ്റഡ് ഇൻ ദ പോളിസി. പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസും കണ്ടീഷൻസും ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇതെല്ലാം അവര് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം ഇറ്റ് ഗിവ്സ് ദ അപ്രൂവൽ. ഇൻഷുറൻസ് പ്രൊവൈഡർ അതായത് ഇൻഷുറൻസ് കമ്പനി അപ്രൂവൽ കൊടുക്കുന്നു. എന്തൊക്കെ ബെനിഫിറ്റ് ആണോ ആ ഒരു ബെനിഫിഷ്യറിക്ക് കിട്ടേണ്ടത് അതൊക്കെ ആൾക്ക് ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ആണെങ്കിൽ നമുക്കല്ല, അത് ബെനിഫിഷ്യറിക്ക്, ആരാണ് അതിന്റെ ബെനിഫിഷ്യറി വിൽ റിസീവ് ദ പേയ്മെന്റ് ഓർ പേ ഔട്ട്. അതിന്റെ പേയ്മെന്റ് ബെനിഫിഷ്യറിക്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. എന്താണ് പേ ഔട്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് ദ സം ഓഫ് മണി വിച്ച് ഈസ് ഗിവൻ ടു ദ പോളിസി ഹോൾഡർ വെൻ എ ക്ലെയിം ഈസ് ആക്സെപ്റ്റഡ്. ഒരു ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ പറയാ അതിന്റെ പേയ്മെന്റ് കൊടുത്തു തീർക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പേ ഔട്ട് എന്ന് വിളിക്കുക. അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനി അപ്പൊ തന്നെ ചെയ്യുന്നു. ആൻഡ് ചിലപ്പോ ഈ ദിസ് പേയ്മെന്റ് വിൽ ബി ഇൻ ലംസം എമൗണ്ട് ഓർ മേ ബി
ഇൻ റെഗുലർ പേയ്മെന്റ്സ്. അതായത് ചിലപ്പോ ഈ ഇൻഷുറൻസ് കമ്പനി ആ എമൗണ്ട് പേ ചെയ്യുന്നത് എന്താകാം, ഒരു ലംസം എമൗണ്ട് ഒറ്റ തുകയായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ അങ്ങനെയാണല്ലോ അല്ലെ, ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ അക്കൗണ്ട് ത്രൂ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതല്ല എങ്കിൽ അത് ഇത്ര റെഗുലർ പേയ്മെന്റുകളായിട്ട് ഇത്ര ഇൻസ്റ്റാൾമെന്റുകളായിട്ട് തരാമെന്നോ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ പേയ്മെന്റ് കൊടുത്തു തരിക. ആൻഡ് ദ പേയ്മെന്റ് ഓഫ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിൽ ദർ ഇസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ഒരു കാലാവധി ടൈം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതെന്താ വ്യത്യാസം വരാൻ കാരണം, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഓരോ ക്ലെയിമിന്റെ കാര്യങ്ങൾ ഫയൽ ചെയ്യുന്നു, അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകളൊക്കെ കൃത്യമായി ഓർഡറിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ ഇതെല്ലാം കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ക്ലെയിം ഒക്കെ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ ഇൻഷുറൻസ് കമ്പനി അത് സെറ്റിൽ ചെയ്യും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്ത് ഡിലേ വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ ആ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഉറപ്പുവരുത്തും, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ അതിനൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് സമയമെടുക്കും. അങ്ങനെ വരുമ്പോ ഈ സെറ്റിൽമെന്റിനും സമയമെടുക്കും. അങ്ങനെ എങ്ങാനും വന്നാൽ ക്ലെയിം എപ്പോ വേണമെങ്കിലും റിജക്ട് ചെയ്യാനും ഇൻഷുറൻസ് കമ്പനിക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ബിക്കോസ് ദേ ഹാവ് ടു എൻഷുർ ദ ഇൻഷുറേഴ്സ് ട്രസ്റ്റ് വർത്തിനെസ്. ഓരോ ഇൻഷുറൻസ് കമ്പനിയും അതിന്റെ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന വിശ്വാസ്യത എന്ത് ചെയ്യണം, ഊട്ടിയുറപ്പിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ പേയ്മെന്റ് ഒക്കെ കൊണ്ടുപോകും. അല്ലാതെ ക്ലെയിം ഉള്ള ആളാണ്, വേഗം തന്നെ ക്ലെയിം സെറ്റിൽ ചെയ്ത് ആൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അപ്പൊ അതിന് സമയമെടുക്കും. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് when we are purchasing the ഇൻഷുറൻസ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഓൾ ദ കറക്റ്റ് ഡീറ്റെയിൽസ്, കസ്റ്റമർ സർവീസുകൾ അവരുടെ റെക്കോർഡിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തുറന്ന് പറയുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ തെറ്റായ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. സോ ഓൾ ദ ഡീറ്റെയിൽസ്, നമ്മളുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിനെ സംബന്ധിക്കുന്നത്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇൻഷുറൻസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. വി ആർ പർച്ചേസിംഗ് ദ ഇൻഷുറൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, അവർക്ക് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ അങ്ങനെ ചെയ്തില്ല എങ്കിലാണ് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ക്ലെയിം റിജക്ട് ചെയ്യാനും നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് അധികാരമുണ്ട്. സോ കൺസീലിംഗ് ഓഫ് എനി ഡീറ്റെയിൽസ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ഹോൾഡർ, അതായത് നമ്മുടെ പോളിസി ഹോൾഡർ ഏതെങ്കിലും ഡീറ്റെയിൽസ് മറച്ചു വെച്ചുകൊണ്ട് ക്ലെയിമിന് വേണ്ടി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് തെളിയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ അത് റിജക്ട് ചെയ്യും. ഇത് തെറ്റായ ക്ലെയിമിംഗ് ആണ്, അങ്ങനെ റിജക്ട് ചെയ്യാം എപ്പോ വേണമെങ്കിലും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്ന സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ബജാജ് അലയൻസിന്റെ നമ്മൾ പറഞ്ഞു, നമ്മുടെ എന്താ പറയാ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് എന്താ പറയാ ഇൻഷുറൻസ് കമ്പനീസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരുന്നു. അതിൽ ഒന്നായിരുന്നു ബജാജ് ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പ്ലാൻ. അപ്പൊ അങ്ങനെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അത്തരം ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് നമുക്കൊരു ഫ്ലോ ചാർട്ട് മാതിരി തന്നിട്ടുണ്ട്. അപ്പൊ ഫ്ലോ ചാർട്ട് എന്തിനാ തരുന്നത്, അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. നമുക്കൊരു പോയിന്റുകളും അതിൽ നിന്ന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഓരോ സെന്റൻസ് ആയിട്ട് പാരഗ്രാഫിൽ എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടി അപ്പീലിംഗ് ഒരു സ്റ്റൈലാണ് ഫ്ലോ ചാർട്ടുകൾ, ഡയഗ്രാംസ്, ടേബിൾ ഫോർമാറ്റിൽ എഴുതുന്നത് അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ തോന്നും അല്ലെ, വായിക്കാനൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലെ claiming procedures are ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. First of all, we can see that the customer approaching the network of hospital for cashless treatment. ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വരികയാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി. കാരണം അവർക്ക് എന്തുണ്ട്, ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗമായതുകൊണ്ട് അവര് ക്യാഷ് ഒന്നും തരുന്നില്ല, ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. അന്നേരം ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു, they have to verify the customer details. ഈ കസ്റ്റമറിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് അവരുടെ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കി അവർ അതിന്റെ ഒരു ഫാക്സ്, ആ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു ഫാക്സ് വിൽ ബി സെൻഡ് ടു ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസിന് ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തു, ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് ബജാജ് അലയൻസിന് അത് ഫോർവേഡ് ചെയ്യുന്നു. ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു, അത് വെരിഫൈ ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണ് അതെല്ലാം നോക്കി അയാൾക്ക് ഇതിന് അർഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റെസ്പോണ്ട് ടു ദ ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഒരു റെസ്പോൺസ് അവർ അറിയിക്കുന്നു. ആ റെസ്പോൺസ് 3 രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? അപ്രൂവൽ, ഡിനയൽ ആൻഡ് ക്വറി അല്ലെ.
അപ്രൂവൽ എന്ന് പറയുമ്പോൾ ശരി സാങ്ഷൻഡ് ആണ്, ക്ലെയിം ഒക്കെ കറക്റ്റ് ആണ്, ഓക്കെ ആണ്, ഡോക്യുമെന്റുകളൊക്കെ അപ്ഡേറ്റഡ് ആണ്, എല്ലാ ഫോമുകളും എല്ലാ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്ന, അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണ്, എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എന്ത് കൊടുക്കും? അപ്രൂവൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അപ്രൂവൽ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. അതേസമയം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഇവർക്ക് പറയാത്ത ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഡിനൈ ചെയ്യാനും എപ്പോ വേണമെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോ വേണമെങ്കിലും അവർക്ക് ആ ക്ലെയിം റിജക്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഒരു രോഗം മറച്ചു വെച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഭാഗമായി ഒരു 2-3 മാസം കഴിഞ്ഞു, അപ്പൊ തന്നെ എനിക്ക് എന്തെങ്കിലും അസുഖം ആ ഒരു രോഗവുമായിട്ട് വന്നു, ഇതിന്റെ അകത്ത് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, ഏർലിയർ ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ക്ലെയിം തരില്ല എന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ ഇൻഷുറൻസിനകത്ത് ഉണ്ട് എങ്കിൽ നമ്മളത് മറച്ചു വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? അവർക്ക് അങ്ങനെ ഒരു ക്ലെയിം നടത്തുന്നത് തെറ്റായ രീതിയാണെന്ന് മനസ്സിലാക്കി ഇൻഷുറൻസ് പ്രൊവൈഡർക്ക് ക്യാൻ ഡിനൈ ദാറ്റ്, എന്താ പറയാ, ഈ പറയുന്ന ക്ലെയിം ഡിനൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഓൾസോ സംടൈംസ് ദേ ഹാവ് ടു മേക്ക് സം ക്വയറീസ്, എന്തെങ്കിലും അന്വേഷണങ്ങൾക്ക് നടത്തി, അന്വേഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷം മാത്രം അതിന്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്? അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് ആരുടെ റെസ്പോൺസ്? ബജാജ് അലയൻസിന്റെ റെസ്പോൺസ്. അപ്പൊ അതില് പച്ച അതായത് ഗ്രീൻ ഒരു അപ്രൂവൽ കൊടുക്കുന്നതിന്റെയാണ് ഗ്രീൻ സിഗ്നൽ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രീനിൽ പറഞ്ഞിരിക്കുന്നത് അപ്രൂവ്ഡ് ആണെങ്കിൽ എന്താണ്? അപ്രൂവ്ഡ് ആണെങ്കിലാണ് ഗ്രീൻ ഒരു റൈറ്റ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. അപ്രൂവൽ ലെറ്റർ വിൽ ബി സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. അപ്പൊ തന്നെ എന്ത് ചെയ്യും? ബജാജ് അലയൻസ് അത് ഓക്കെ, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അപ്പൊ തന്നെ ഒരു അപ്രൂവൽ ലെറ്റർ ഹോസ്പിറ്റലിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഹോസ്പിറ്റൽസ് അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പേഷ്യന്റിനെ അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാതെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അത്രയും നേരം അവിടെ വാദിക്കുന്നു കളയിരിക്കും, അല്ലെങ്കിൽ വാദിച്ച് അതിന് എന്താ പറയാ അവിടെ സ്റ്റേ ചെയ്തേക്കായിരിക്കും വിത്തൗട്ട് ഡൂയിങ് നത്തിങ്. ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ മറ്റ് ഫോർമാലിറ്റീസ്, രോഗിക്ക് വേണ്ട ചികിത്സയോ മറ്റൊന്നും അവർ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണ്ട ഒരു കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഗെറ്റ് ദ അപ്രൂവൽ ലെറ്റർ ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ഇവിടെ ബജാജ് അലയൻസിന്റെ ആ ഒരു അപ്രൂവൽ ലെറ്റർ കിട്ടിയതിനു ശേഷം മാത്രമാണ് ആ പേഷ്യന്റിനെ അവിടെ എന്ത് ചെയ്യണം? ഒരു തരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്വീകരിക്കാതെ എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്യുന്നു ആൻഡ് പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് അതിനകത്ത് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള അതിനോട് ബന്ധപ്പെട്ട ആ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിന്റെ കോ പേയ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പേയ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ബിഫോർ ഡിസ്ചാർജ്, ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? ആ പേയ്മെന്റ് ഒക്കെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇല്ലേ? ശരിയല്ലേ? And when the insurance company denies any approval, ഈ പറയുന്ന അപ്രൂവൽ കൊടുക്കാൻ എന്തെങ്കിലും രീതിയിൽ ഒരു മടി കാണിച്ചാൽ, അതായത് നമ്മുടെ ബജാജ് അലയൻസുകാർ ഡിനൈ ചെയ്താൽ അത് നമുക്ക് കാണിക്കുന്ന ഒരു ഇൻഡ്യൂട്ടഡ് റെഡ് ഒരു ഇതാണ്, ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഡിനയൽ ലെറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? അപ്പോ ബജാജ് അലയൻസ് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഡിനയൽ ലെറ്റർ. ബിക്കോസ് ആ പറയുന്നതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവാതാകാം, അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ സപ്പോർട്ട് ചെയ്തത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് രീതിയിലല്ലാത്തതാകാം, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാകാം. ഇങ്ങനെ പല റീസൺസ് കൊണ്ടും എന്ത് ചെയ്യുന്നു? കമ്പനി അതിന്റെ ഒരു ഡിനയൽ ലെറ്റർ ഹോസ്പിറ്റലിന് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റൽസ് എന്തായാലും രോഗിയെ ചികിത്സിക്കാതെ പറ്റൂല. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ് ഒന്നും കിട്ടില്ല എന്നറിയാം, എങ്കിലും ഹോസ്പിറ്റൽസ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. എന്ത് കണ്ടീഷനിലാണ്? ഹാവ് ടു പേ ദ ക്യാഷ്. ക്യാഷ് പേയ്മെന്റ് കൊടുക്കേണ്ട പേഷ്യന്റ് ആണ് എന്നുള്ള രീതിയിലാണ് ആ ബില്ല് പേ ചെയ്യേണ്ടത്, പേഷ്യന്റ് ആണെന്ന രീതിയിലാണ് ഹോസ്പിറ്റലില് അന്നേരം ഡിനയൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. മറ്റേതിനകത്ത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് പതിച്ച് ആളെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. ഇതിനകത്ത് ഡിനയൽ ലെറ്റർ ആണ് ബജാജ് അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ അപ്പൊ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ല, അവിടെ ക്യാഷ് പേയ്മെന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. ബില്ല് ഹാവ് ടു ബി പെയ്ഡ് ബൈ ദ പേഷ്യന്റ് ഹിംസെൽഫ്. പേഷ്യന്റ് തന്നെ അതിന്റെ ബിൽ പേയ്മെന്റ് നടത്തണമെന്നുള്ള ആ ഒരു റിപ്പോർട്ട് എഴുതി ആൾക്ക് ചികിത്സ കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനി പിന്നീട് അത് അപ്പോൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകളോ മറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉള്ളതോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ടാകാം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആ എന്താ പറയാ ക്ലെയിമിന്റെ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി നമുക്ക് വീണ്ടും അവരെ സമീപിക്കാം. പിന്നീട് അതിന്റെ ബില്ലൊക്കെ കൊടുത്ത് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡിനയൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് ഒന്നേന്ന് തുടങ്ങി നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടി വരും ആ കസ്റ്റമർ. ഓക്കെ, അതാണ് ഡിനയൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലുള്ള
സംഗതികൾ. ആൻഡ് വൺസ് അഗൈൻ വീണ്ടും പറയുന്നു എന്താണ്, ചില സാഹചര്യങ്ങളിൽ ഡിനൈ ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ഹാവ് ടു മേക്ക് സം ക്വറീസ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ ഡോക്ടറിനോടും അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഇങ്ങോട്ടും ഇൻഷുറൻസ് കമ്പനിയോടും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ക്വറി എന്ന് പറയുന്ന ഒരു യെല്ലോ ഒരു സിഗ്നൽ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ക്വറി അവർക്ക് അന്വേഷിക്കണം, അന്വേഷിച്ച് ചില കാര്യങ്ങളിൽ അവർക്ക് കൃത്യത വരുത്താനുണ്ട് അല്ലെങ്കിൽ ഉറപ്പ് വരുത്താനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വറി ലെറ്ററാണ് എന്ത് ചെയ്യുന്നത്, ബജാജ് അലയൻസ് ഹോസ്പിറ്റൽസിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അന്നേരം ഹോസ്പിറ്റൽസ് ഇതിന്റെ അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈസ് സെൻഡ് ചെയ്യുന്നു, ഫാക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവരും മറുപടികൾ കൊടുക്കുന്നു. അത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവര് കൺവേ ചെയ്തതിന് ശേഷം it will be again sent to the Bajaj Alliance. വീണ്ടും ആ ബജാജ് അലയൻസിലേക്ക് ആ ക്വറി ചെയ്ത് കഴിഞ്ഞ് വന്ന റിസൾട്ട് റിപ്പോർട്ട് ബജാജ് അലയൻസിലേക്ക് വീണ്ടും പോകും. അന്നേരം എന്ത് ചെയ്യാം, അതുകൊണ്ടാണ് ആരോമാർക്ക് വീണ്ടും പോയി ബജാജ് അലയൻസിലേക്ക് വീണ്ടും പോയേക്കണേ കാണണ്ടോ. അപ്പൊ അവർക്ക് വീണ്ടും they can verify the facts. വീണ്ടും വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, ആ പോളിസി കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് മറ്റൊക്കെ അടങ്ങിയ ഫാക്ട്സ് എന്ത് ചെയ്യുന്നു, അവർ വീണ്ടും വെരിഫൈ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം പിന്നെയും എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അതിന് അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ, ഡിനൈ ആണെങ്കിൽ ഡിനൈ, ക്വറി ആണെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ ആ പ്രോസസ് ഇങ്ങനെ കംപ്ലീറ്റ് ക്ലെയിമിംഗ് സെറ്റിൽമെന്റിന് വരെ ചിലപ്പോൾ ആ പ്രോസസ് അങ്ങനെ നീണ്ടുപോകും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസും അതിൽ വരുന്ന വേരിയേഷൻസും ഒക്കെയാണ് ഇങ്ങനെയിട്ട് വട്ടം ചുറ്റിക്കുക. അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ട് എളുപ്പത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദ ക്ലെയിമിംഗ് പ്രോസസ് ഓഫ് ബജാജ് ഹെൽത്ത് ഇൻഷുറൻസ്. ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലെ ഒരു കസ്റ്റമർ നടത്തുന്ന ക്ലെയിമിംഗ് പ്രൊസീജിയർ ആണ് നമ്മളിപ്പോ ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടത്. അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, and the last part of the chapter, നമ്മളുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് റോൾ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഇൻഷുറൻസ് മാനേജർ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ആ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആള്, ഇൻഷുറൻസ് മാനേജർ എന്നോ വേണമെങ്കിൽ വിളിക്കാം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്തായിരിക്കും, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട സകലമായ കാര്യങ്ങളും ഇവര് നോക്കണം, സ്ക്രൂട്ടിനൈസ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. എല്ലാവരും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അവര് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻ. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് ഇൻഷുറൻസ് ഡിസൈൻ ചെയ്യുന്നത്, അത് അത്തരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെ പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ട്രെയിനിങ് ടു ദ സ്റ്റാഫ്. അത് ഇൻഷുറൻസിന്റെ പ്രോട്ടോകോൾസ്, ഇൻഷുറൻസിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ മറ്റ് സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുക. കാരണം തങ്ങളുടെ മുമ്പിൽ, ഈ സ്റ്റാഫിന്റെ മുമ്പിലൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ ചില പേഷ്യൻസിനെ എവിടെ പോകണമെന്നൊന്നും അറിയില്ല. അപ്പൊ സ്റ്റാഫിനോട് തന്നെ ചോദിക്കും, ചില നഴ്സസിനോടായിരിക്കാം, അല്ലെങ്കിൽ മറ്റാളുകളോടായിരിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കൈമലർത്താൻ പറ്റുമോ? നമ്മളൊന്നും അറിയില്ല എന്ന് ഭാവിക്കാൻ പാടില്ല, എന്താ നമുക്ക് അറിയുന്നതായിട്ട് ഭാവിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിനാണ്. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള സകല ഡീറ്റെയിൽസും ഇവരാണ് ചെയ്യുന്നത്. അതിന്റെ ഓപ്പറേഷൻസ് നടത്തുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നു, അത് എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ ഇതിനെ കുറിച്ച്, ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. Okay, then the next one, supervise the administration of medical services. ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ടൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണ്, ആൾക്ക് ഇൻഷുറൻസിന്റെ അല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ മതി, വലിയ കാര്യമായിട്ടൊന്നും ആ പേഷ്യന്റിന് നോക്കണ്ട. കാശ് എന്നത് അവരല്ല, ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൊണ്ട് അത്തരം വലിയ കാര്യമായിട്ടൊന്നും കെയറിംഗ് ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഹോസ്പിറ്റൽസോ അതിന്റെ ഭാഗത്തുള്ള എംപ്ലോയീസോ ഒക്കെ തോന്നിയേക്കാം. സോ അത് പാടില്ല. അത് ഒക്കെ സൂപ്പർവൈസ് ചെയ്ത് നമ്മുടെ എക്സിക്യൂട്ടീവ് നോക്കണം. അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സർവീസസ്, അതുപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി കൊടുക്കുക. കസ്റ്റമർ ആയിട്ട്, അതായത് നമ്മുടെ പേഷ്യൻസ് അവരുടെ കസ്റ്റമേഴ്സ് ആണ്, അവരുടെ ഹോസ്പിറ്റലിലെ എല്ലാ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും ഒക്കെ ആയിട്ട് അവർക്ക് ഒരു നല്ലൊരു ബന്ധം, ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അവർക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്. Then the next one is processing of patient insurance claim. ഇൻഷുറൻസ് ക്ലെയിം നടത്തുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും പ്രോസസ് ചെയ്ത് കൊടുക്കുക. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുമായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെറ്റ് ചെയ്യുന്ന ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെയൊക്കെ സമീപിച്ചാൽ, ഈ എക്സിക്യൂട്ടീവിനെ സമീപിച്ചാൽ, അയ്യോ അത് ഇവിടെ അല്ല, എന്റെ അടുത്തല്ല പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതിന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോസസ്സിംഗ് ഒക്കെ ഈ പറഞ്ഞ ആള് ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇഫക്റ്റീവ് കൊളാബറേഷൻ
വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കോപ്പറേഷൻ എന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ കിട്ടുന്നത് കസ്റ്റമറിന്റെ എമൗണ്ട് കിട്ടുന്നത് ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്നാണ്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ വരുമ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്തും അത് വെച്ചിട്ട് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇവരുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനീസുമായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവരുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടാകേണ്ട ആളാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്. Then to maximize the patient satisfaction, പരമാവധി സംതൃപ്തി പേഷ്യന്റിന്റെ ഉറപ്പുവരുത്തുക. പരമാവധി സംതൃപ്തി എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റും എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അൺസാറ്റിസ്ഫാക്ഷൻ അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകളായിട്ടൊക്കെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അത് എന്തിനെ ബാധിക്കും? തൊട്ടടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്, അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ ബാധിക്കും, ഗുഡ് വില്ലിനെ ബാധിക്കും ഇല്ലേ. അതായത് ഏതെങ്കിലും പേഷ്യന്റ് എന്തെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 10 ആളുകൾ അവിടെ അല്ലേ അത് ഇൻഷുറൻസ് ഒക്കെ മര്യാദയ്ക്കൊന്നും നടത്തി തന്നില്ല, അവര് ഒത്തിരി പാടായിരുന്നു, നമ്മളിട്ട് വട്ടം ചുറ്റിച്ചു, ഇങ്ങനെ 10 ആളുകൾ പറഞ്ഞാൽ അല്ലെ, അതൊരു എന്താ പറയാ ഒരു പരസ്യം തന്നെയാണ്. അങ്ങനെ പരസ്യം അത്തരം മോശമായ പരസ്യങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആളുകളുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പേഷ്യന്റ് അവിടെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരുടെയും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇൻക്രീസ് ബൈ ദിസ്. അതുപോലെ അത് വെച്ചിട്ട് അവർക്ക് അവരുടെ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഗുഡ് വില്ല് വർദ്ധിപ്പിക്കാനും സാധിക്കും. നല്ലൊരു പേര് ആളുകളുടെ ഇടയിൽ വേണ്ടേ, ആളുകളുടെ ഇടയിൽ സമൂഹത്തിന്റെ ഇടയിൽ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയുടെ ഇടയിലൊക്കെ ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് ഹെൽപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ ഇതൊക്കെ ഉറപ്പുവരുത്തണം. To review insurance claims to ensure accuracy according to agreement. ഇൻഷുറൻസിന്റെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്, കൃത്യത അതിന്റെ ഉറപ്പുവരുത്തുക. പറഞ്ഞിരിക്കുന്ന ക്ലെയിമും അതിന്റെ മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ്, ഇൻഷുറൻസ് കമ്പനി എന്തൊക്കെയാണ് എഗ്രി ചെയ്തേക്കണേ, ആ ഒരു ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളും കൃത്യതയൊക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, അതൊക്കെ നോക്കുക. അതിലെന്തെങ്കിലുമൊക്കെ ഇവര് കൊടുക്കാതെ വന്നാൽ പേഷ്യൻസിന് ആ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണമെങ്കിൽ റേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ റേസ് ചെയ്യാം. കൂടാതെ they have to report the critical issues to the management. ഈ പറയുന്ന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ it should be reported to the management. നമുക്കറിയാം ഏത് ഓർഗനൈസേഷന്റെയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടന്ന് വെറുതെ വട്ടം ചുറ്റിച്ച് അല്ലെങ്കിൽ അത് തന്നെ മോശം കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോകാതെ അങ്ങനെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഫസ്റ്റ് ഓഫ് ഓൾ it has to be informed to the management. ആരെ അറിയിക്കണം? മാനേജ്മെന്റിനെ കൃത്യമായിട്ട് അത് അറിയിക്കണം. അങ്ങനെയാണ് ആ മാനേജ്മെന്റിനാണ് ഡിസിഷൻസിൽ മാറ്റം വരുത്താനും തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനുമുള്ള പവറുള്ളൂ. അല്ലാതെ നമ്മൾ പറയണേ ഇത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഓൾ ദീസ് തിങ്സ്, എന്ത് ഡിസിഷൻസ് എടുക്കാനും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്ത് ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു അധികാരം ആർക്കുള്ളത്, പവർ ആർക്കുള്ളത്? മാനേജ്മെന്റിന്. സോ വെരി ക്രിട്ടിക്കൽ ഇഷ്യൂസ്, ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർന്നാൽ ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് ഓഫ് ഓൾ നോട്ടീസ്ഡ് ടു ദ മാനേജ്മെന്റ്. അത് ആരുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകണം? മാനേജ്മെന്റിനാണ് അത്തരം കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം സമയാസമയങ്ങളിൽ. എപ്പോഴൊക്കെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അത് മാസത്തിലെ അവസാനം അതൊക്കെ കൂടി എഴുതി തയ്യാറാക്കി വെച്ച് മാസാവസാനം അത് എവിടെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണം, സബ്മിറ്റ് ചെയ്യണം. Attend and organize the insurance presentation internally or externally. ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ആള് അറ്റൻഡ് ചെയ്യണം. അതിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇഷ്യൂസ് ഹോസ്പിറ്റലിനകത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളല്ല, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജർ അതിൽ അറ്റൻഡ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താ പറയാ ഇൻഷുറൻസിന്റെ ആൾക്കാർ തന്നെ ഉണ്ടാവുമല്ലോ. ഇൻഷുറൻസ് ക്ലെയിമുമായിട്ട് കാർഡിയോളജിയിൽ വരാം, ഓർത്തോയിൽ വരാം അല്ലെ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരാം. അങ്ങനെ വരുമ്പോ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒരു മീറ്റിംഗ് ഇവര് വീക്കിലി ആഴ്ചയിൽ ഒരിക്കലും കണ്ടക്ട് ചെയ്യണം. ഓക്കെ. ഇപ്പൊ മൺഡേ കാർഡിയോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണെങ്കിൽ അടുത്ത ദിവസം വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പൊ വീക്കിലി എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. ഇൻഷുറൻസ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇൻഷുറൻസിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ക്ലെയിം റിജക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുകൂടി മോണിറ്റർ ചെയ്യണം. അത് റിജക്ഷന് എന്താ പറയാ
വേണ്ട ഒരു കാര്യങ്ങൾ അതിനകത്തുണ്ടോ, അത് അതിന് റിജക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ അതിന് ഡിസ്കൗണ്ട് എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ, അത് അന്വേഷിക്കണം. വെറുതെ ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ പറഞ്ഞു, അത് ഓക്കെ ഇങ്ങനെയാണ് ഇത്രേ കിട്ടുള്ളൂ എന്ന് നമ്മുടെ ഇൻഷുറൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ല, എന്തുകൊണ്ട് അത് അങ്ങനെ ആയി എന്നുള്ളത് വെരിഫൈ ചെയ്തും കൂടി അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ ആളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദ ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ്. എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ്ഡേറ്റ് ചെയ്ത് നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിന്റെ IT സിസ്റ്റം അല്ലെ, ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത്. സോ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ടൈം വി ക്യാൻ അപ്ഡേറ്റ് എനി ഇൻഫോർമേഷൻസ്. ഓരോ ഇൻഫോർമേഷൻസും എന്തിനെ സംബന്ധിക്കുന്നത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്ത് പുതുക്കാൻ പറ്റുന്നത്. അറ്റ് പ്രസന്റ് ഇപ്പൊ എങ്ങനെയാണ് ഇൻഷുറൻസിന്റെ ക്ലെയിമുകളൊക്കെ എത്ര സെറ്റിൽ ചെയ്തു, ഇനി എന്ത് സെറ്റിൽ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ടൈം ടു ടൈം അത് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഏത് സമയത്ത് നമ്മൾ നോക്കിയാലും നമുക്ക് അങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും കിട്ടുക. കാരണം അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്താണ് പോകുന്നത് IT സിസ്റ്റം ഉള്ളതുകൊണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു സ്റ്റാഫ്. തങ്ങളുടെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെയൊക്കെ ഉള്ള സ്റ്റാഫ്, അങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കുറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ട ട്രെയിനിങ് സമയാസമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇൻഷുറൻസിനെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ വേറെ ഉണ്ടായിരിക്കും ഹോസ്പിറ്റൽസിൽ. അപ്പൊ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക, ട്രെയിനിങ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം എന്താണ് ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ആസ് പോസിബിൾ, അവർക്ക് പറ്റുന്നെങ്കിൽ ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡ് ദേ ക്യാൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. അവർക്ക് വേണ്ട രീതിയിൽ ഏതെങ്കിലുമൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് എക്സിക്യൂട്ടീവിന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും അവർക്ക് ഏറ്റെടുക്കാം. അങ്ങനെ റിന്യൂ ചെയ്ത് പോകാം. അതായത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ വരും. കാരണം ഓരോ ദിവസവും പുതിയ ഡെവലപ്മെന്റുകളാണല്ലോ തന്നെ. അത് ഇൻഷുറൻസിന്റെ കാര്യത്തിലായാലും പലതിന്റെയും കാര്യത്തിൽ അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഡെവലപ്മെന്റുകൾക്ക് അനുസൃതമായിട്ട് ഓരോ കാര്യങ്ങളും അവർ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് പുതിയ റെസ്പോൺസിബിലിറ്റീസും ചിലപ്പോൾ അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും. സോ അത് ഇവർക്ക് ഏറ്റെടുക്കാനുള്ള ഒരു റൈറ്റ് റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ടീവിനുണ്ട്. So these are the responsibilities of insurance executive or insurance manager in a hospital. Clear ആയോ? ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ എല്ലാം തീർന്നു. നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ ഞാൻ എടുത്ത ഓർമ്മയുണ്ടോ നോക്കിയേ, ആരെങ്കിലും പറയാമോ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. പിന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തോ? ഞാൻ 3rd മൊഡ്യൂളിൽ നിന്ന് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ മൊഡ്യൂളുകളും അവസാനിക്കാറായിട്ടുണ്ട്. ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ എടുത്തു, മെഡിക്കൽ ഇൻഷുറൻസും ഞാൻ എടുത്ത ചാപ്റ്ററാണ്. അപ്പൊ ഈ 2 ചാപ്റ്ററേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ മെഡിക്കൽ റെക്കോർഡുകൾ, എന്തൊക്കെ തരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ട്, ആ റെക്കോർഡുകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ എന്താ പറയാ കോൺഫിഡൻഷ്യാലിറ്റി എത്രത്തോളം സുരക്ഷിതമായിട്ട് വിശ്വാസ്യത കൂട്ടി നമ്മൾ അതിനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ പഠിച്ചത്. അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെഡിക്കൽ ഇൻഷുറൻസിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റേഴ്സ്. ഇനി ബാക്കി ഒരു എക്യുപ്മെന്റിന്റെ ചാപ്റ്റർ ഉണ്ട്, അത് സോളിനീസ് അതിന്റെ തീർന്നു കഴിയുമ്പോൾ ടീച്ചറിന്റെ ഏകദേശം തീരാറായിട്ടുണ്ട്, കഴിയുമ്പോൾ തുടങ്ങിക്കോളും. കാരണം ഞാൻ എടുത്തു തുടങ്ങിയ കാര്യമില്ല, കാരണം എനിക്ക് വീക്കിലി ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ. ഞാനത് എടുത്തോണ്ട് വന്ന കാര്യമില്ല. അപ്പൊ ടീച്ചർ എടുത്തോണ്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ തീർന്നത്. ഇതിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തരാം. എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഞാനിപ്പോ ടീച്ചറിനോട് ഞാനൊരു 10 എന്താ പറയാ ഒരു 3/4 വരെയൊക്കെ ഞാൻ എടുക്കുള്ളൂ. അതേപോലെ ടീച്ചർ തീർക്കോ, ടീച്ചറിന്റെ മാക്സിമം തീർക്കാൻ പറ്റുന്നത് തീർത്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീരെ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ലീവ് ചെയ്യാൻ. അതിന് മുമ്പ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ആൻസറുകൾ പറയാം. മതിയാവും. മെഡിക്കൽ ഇൻഷുറൻസിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ പറയും. അതിന്റെ ആൻസറുകൾ നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ എന്റെ ക്ലാസ്സിൽ വരുമ്പോ അത് എഴുതിക്കൊണ്ട് വരിക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററില് മെഡിക്കൽ റെക്കോർഡിന്റെയും വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമ്മളത് തരുന്നതായിരിക്കും. അണ്ടർലൈൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്, അതൊക്കെ ഓക്കെ. പക്ഷെ അണ്ടർലൈൻ ചെയ്യുന്നതിന് പുറമെ ഞാൻ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൂടി ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിയുമ്പോ ടീച്ചർ വന്നു. ഓക്കെ അല്ലേ? ഒട്ടും വയ്യാത്തത് അതുകൊണ്ടാണ് ഞാൻ ലീവ് ചെയ്ത് പോണേ. കാരണം തന്നെയല്ല എന്നെ കഴിക്കും. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ എങ്ങാണ്ടും എവിടെയോ കിടക്കണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞിരുന്നു. അത് നമുക്ക് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. അതൊരു ചാപ്റ്ററും അല്ല, അതൊരു എക്സ്ട്രാ നോട്ട്.
അത് എക്സ്ട്രാ ഇതിന്റെ ഉള്ളിൽ നിന്നല്ലാത്ത വേറെ എന്തോ കാര്യങ്ങൾ തപ്പിപ്പിടിച്ചിട്ടാക്കി ഇന്നൊരു നോട്ട് ആരും പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ എവിടെയോ പോയതാണ്. നമുക്കില്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊഡ്യൂൾ വൈസ് ഉള്ള ആ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അല്ലേ? ശരിയല്ലേ? ശരിയാണോ പറഞ്ഞത്? മൊഡ്യൂൾ വൈസ് തന്നേക്കണ ചാപ്റ്ററുകളിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒരു ചാപ്റ്റർ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഇല്ലാത്തതാണ്. അതാരോ എക്സ്ട്രാ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോ അതങ്ങനെ വന്നു പോയതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നിങ്ങൾ വേറെ ചോദിക്കാം. കുറച്ച് ചോദ്യം മാത്രമേ ഞാൻ തരുള്ളൂ. ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അടുത്ത ആഴ്ചയോട് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? എഴുതിക്കോ. ഡാഷ് ഈസ് എ പേഴ്സൺസ് റിക്വസ്റ്റ്. Dash is a person's request for payment by an insurer for a loss occurred. എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമ്പോൾ അതിന്റെ പേയ്മെന്റ് തരാൻ പറഞ്ഞുകൊണ്ട് ഇൻഷുററിനോട് നടത്തുന്ന റിക്വസ്റ്റ്, അപേക്ഷ, അതിനെ ഡാഷ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് വൺ. അടുത്തത് ക്ലെയിംസ് മെയ്ഡ് ബൈ one person against another person's company. Claims made by one person against another person's company is called dash. Idiyo. Yes, next one. Dash is the specific condition or circumstance. Dash is the specific conditions or circumstances that are excluded or are not covered by the policy. Yes, that are not covered by the policy. Question. And the right time. Yes, next one. Dash is Aviva life insurance is an example for dash. Aviva life insurance is an example for dash. Next one. Which of the following expenses are covered by health insurance? Which of the following expenses are covered by health insurance? താഴെ അതിന്റെ ഓപ്ഷൻ വേണ്ടി വരുമല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നല്ലേ ചോദിച്ചേക്കണേ. അതുകൊണ്ട് അതിന്റെ താഴെ ഓപ്ഷൻസ് ചെയ്താ ഒന്നാമത്തെ എ നഴ്സിംഗ് ചാർജസ്, എന്ന് ചെയ്താ നഴ്സിംഗ് ചാർജസ് ഓപ്ഷൻ ചെയ്താ. ഓപ്ഷൻ ബി ICU charges.
ICU charges. Option C, both A and B. Both A and B. And option D, none. Option D, none. Next one, another question. Which are the expenses covered? Which are the expenses covered in inpatient hospitalization? Which are the expenses covered in inpatient? And എന്താ പറയാ ഒറ്റയ്ക്ക് നിൽക്കുന്ന, അതായത് നമ്മളുടെ സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മറ്റേത് ഇൻപേഷ്യന്റ് ആണ് കേട്ടോ. എക്സ്പെൻസസ് കവേർഡ് ഇൻ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ അവിടെ എഴുതിക്കോ. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash expenses are involved in patient care, comma, medicines after a patient is discharged from the hospital. After a patient is discharged from the hospital. Video. Dash are expenses. Involved in patient care, comma, medicines after a patient is discharged from hospital. After a patient is discharged from the hospital. ഓക്കെ, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതി ഇപ്പൊ നിങ്ങള്? എത്ര ക്വസ്റ്റ്യൻ എഴുതി? നെക്സ്റ്റ് വൺ. The health care which gives you a lump sum amount daily, in case of hospitalization. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹെൽത്ത് കവറാണ് നമുക്ക് എല്ലാ ദിവസത്തെയും എമൗണ്ട് ലംസമായിട്ട് ഇങ്ങനെ തരുന്നത്? അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു, അതേതാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ. എക്സ്പാൻഡ് IRDAI. Expands IRDAI. Next one. Which of the following diseases are not covered under waiting period? ഓക്കെ, അപ്പോഴും അതിന് ഓപ്ഷൻ വേണം. ഒന്ന് ഓപ്ഷൻ ചെയ്ത എ ഹെർണിയ, ബി dental treatment, C congenital conditions, and D all. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസറുകളൊക്കെ നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് എഴുതിയിട്ട് വരാലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
എല്ലാവരും അത് എഴുതി അതിന്റെ ആൻസർ ഒക്കെ തപ്പി നോക്കി. ആൻസർ അധികം തപ്പാനൊന്നുമില്ല. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതെന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കാം. എത്രാമത്തെ ആണെന്ന് പറയാൻ നോക്കിയാ അത് ഡിക്റ്റേറ്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെന്താ? ഓക്കെ, ആരാണ് നമ്മുടെ റിയക്ക് എന്താ ഡൗട്ട്? റിയ ചോദിക്കുന്നത് വാട്ട് ഓൾ ജോബ്സ് ഹാവ് ടു ബി ഡൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്. അല്ലെ, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ ജോബാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഓൾറെഡി ഐഡന്റിഫൈഡ് വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. യു ഹാവ് ടു ആഫ്റ്റർ ബിക്കമിംഗ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ surely you have to manage, control and also coordinate all the departments in the hospital, and you are the responsible person or you are the responsible professional to control, manage and also coordinate all the functions of every department. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. അത്രേ ഉള്ളൂ. നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചില്ല. ആദ്യം 5ാമത്തെ ചാപ്റ്ററിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റലില് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു. പ്രധാനമായിട്ട് 3ആയിട്ട് ഇങ്ങനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ വന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷനിൽ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയാ ഇൻപേഷ്യന്റ് സർവീസസ് കൊടുക്കുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ ഒക്കെ മാനേജ്മെന്റ് ആണ് നമ്മുടെ തലയിൽ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് എനിക്ക് എന്താ ജോലി എന്ന് പറഞ്ഞ് നമുക്ക് ഓടി നടക്കാൻ പറ്റില്ല. നമ്മളെല്ലാം നോക്കി കണ്ടറിഞ്ഞ് നടക്കുക. മനസ്സിലായി? നോക്കി കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക. ഇന്ന ജോലിയാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ ആരും വരില്ല നമ്മളുടെ അടുത്ത്. വി ഹാവ് ടു ഡു എനിത്തിങ്. എന്തൊക്കെ ഉണ്ടോ, ഇത് എന്താ പറയാ, ഓപ്പറേഷൻ ചെയ്യാനോ അതൊന്നല്ല, ഇതിനൊക്കെ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ സി യു. അടുത്ത ദിവസം കാണാം. ഞാൻ ലീവ് ചെയ്യാം കേട്ടോ. ടീച്ചർ ഇപ്പൊ തന്നെ വരും. ടീച്ചറിന് സമയം അവിടെ അരയായിട്ടേ വരുള്ളൂ എന്നല്ല, ടീച്ചറോട് ഞാൻ അടുത്തത് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഉണ്ടോ? യെസ്, ഓക്കെ, താങ്ക് യു.